ഹലോ ഗെയ്സ്, അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ അടുത്തിരിക്കുന്ന ബീഡ്സുകളാണിത്. ഇത് ക്രിസ്റ്റൽ ബീഡ്സാണ്. പിന്നെ നമ്മളെടുത്തിരിക്കുന്നത് 0.6 അലാസ്റ്റിക് വയറാണ്. ഇത് 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. 0.7, 0.6. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതെല്ലാവർക്കും അറിയായിരിക്കും. ഇത് വലിയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ 2 ബീഡ്സുകളും തമ്മിൽ കോർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അളവിന് വേണ്ടിയിട്ട് നമുക്ക് കോർത്തെടുക്കാം. എനിക്ക് ഒരു 7 വയസ്സായ ഒരു കൊച്ചുണ്ട്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. സെയിലും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് എന്നിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം. അല്ലാതെ നമുക്ക് ഇതിങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്യാതെ എടുക്കാം. അപ്പോൾ കട്ട് ചെയ്യാതെ ഞാൻ ഫുള്ളായിട്ടുള്ള റോള് എടുത്തതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഞാനങ്ങോട്ട് ഫുള്ളായിട്ട് എടുത്തുന്നുള്ളൂ. അപ്പോൾ കെട്ടിടേണ്ടത് ഇങ്ങനെയാണ്. നമ്മൾ ഒരു കെട്ട് ഇങ്ങനെ ഇടാം. എന്നിട്ട് ഒരു കെട്ട് ഇങ്ങനെ ഇട്ടു. പിന്നെ ഒരു കെട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുക്കാം. എന്നിട്ട് ഒരു പ്രാവശ്യം കൂടി ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാം. എന്നിട്ട് വലിച്ച് മുറുക്കി കെട്ടാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എന്നിട്ട് ഇത് ബാക്കി വന്നത് കട്ട് ചെയ്യാം. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഇടണമെങ്കിൽ ഇടാം, അല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും ചേർത്തിട്ടിടാം. അപ്പോൾ ഞാനിവിടെ ഈ ബട്ടർഫ്ലൈയുടെ ഒരു പീസുണ്ട്. ഇത് ഹാങ്ങിങ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഹെഡ് പിന്ന് നമ്മുടെ കയ്യിൽ അവൈലബിളാണ്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ ഇത് കട്ട് ചെയ്തിട്ട് ഇതിന് ലെങ്ത്ത് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇത് കുറച്ച് കട്ട് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്കിങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഹാങ്ങിങ്ങിൻ്റെ രീതിയിൽ ഹാങ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ ലൂപ്പ് പോലെ ഒരു ഇത് വരും കണ്ടോ, ലൂപ്പ് പോലെ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്ത് വേണമെങ്കിലും ഹാങ് ചെയ്തെടുക്കാം. അങ്ങനെ ഹാങ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ കൂടുതലാണെങ്കിൽ മാത്രം കട്ട് ചെയ്ത് മതി. എന്നിട്ട് ഞാനിവിടെ ഹാങ്ങിങ്ങിനുള്ള ചെയിനാണ് എടുക്കുന്നത്. ഇതാണ് ഹാങ്ങിങ് ചെയിൻ. ഇതിൻ്റെ പല വെറൈറ്റികളുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. അതിന് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ ജംപ് റിംഗ് ഉണ്ട്, അത് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം.
ഇതിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് കണക്ട് ചെയ്യാം. കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എൻ്റെ കൊച്ചിനാണ് ഉണ്ടാക്കുന്നത്. ഇത് കളറ് ഫെയ്ഡായിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ കളറ് ഫെയ്ഡാകാത്തത് കുറേ നാളായിരിക്കുന്നു. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഫെയ്ഡായിട്ട് എടുത്തതാണ്. എന്നിട്ട് നമുക്ക് ഒരു ജംറിങ്ങും കൂടി എടുത്തിട്ട് ഇതിൽ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ രണ്ടറ്റത്ത് കണക്ട് ചെയ്തിട്ടുണ്ട് ജംറിങ്. ഒന്ന് ബട്ടർഫ്ലൈയുടെ ബീഡ്സ് കണക്ട് ചെയ്തതും ഒന്ന് ഇത് കണക്ട് ചെയ്തതും. അപ്പോൾ നമുക്ക് ഈ കണക്ട് ചെയ്തത് നമ്മുടെ ബ്രേസ്ലെറ്റിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ കെട്ടുള്ള സ്ഥലത്താണ് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നമ്മൾ അറ്റാച്ച് ചെയ്ത് ലൂപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്? വേണമെങ്കിൽ നമുക്ക് ഈ ബീഡ്സ് ഇട്ട് കൊടുക്കാം. ഈ ബീഡ്സ് ഒരു ഹെഡ് പിന്ന്, എനിക്ക് ഹെഡ് പിന്ന് മാറിപ്പോകും ഗൈസ്. ഇത് ഹെഡ് പിന്ന്, ഇത് പിന്ന്. ഇത് നമ്മൾ കമ്മലുകളൊക്കെ ചെയ്യുന്ന പിന്നാണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറ്റി സോറി ഗൈസ്, ഇത് അങ്ങനെ ഇടാൻ പറ്റില്ല. കണ്ടോ, ഇതിൻ്റെ ഹോള് വലിയ ഹോളാണ്. ഇതിൻ്റെ ചെറിയ ഹോള് അതിന് പകരം എൻ്റെ കയ്യിൽ വേറൊരു ബീഡ്സ് ഉണ്ട് ഗൈസ്. അപ്പോൾ അതിന് ഈ ഒരു ബീഡ്സ് എടുത്ത് ഇതുപോലത്തെ ഒരു ബീഡ്സ് എടുത്ത് നമുക്ക് ഈ പിന്നിലേക്ക് ഹാങ് ചെയ്യാം. സോറി ഗൈസ്. അപ്പോൾ ഇതും അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഈ ബീഡ്സ് തന്നെ എടുക്കാം. അപ്പം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ചെറിയ ബീഡ്സ് ഇട്ടിട്ട് ഈ വലിയ ബീഡ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അവിടെ നിന്ന് കണ്ട ഗൈസ്, ഇതാണ്. എന്നിട്ട് നമുക്ക് ഇത് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്ത്, ഇത് ലോങ് ആണ് ഇതിൻ്റെ ഇത്. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് ഒന്ന് തിരിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ഇങ്ങോട്ടേക്ക് ഒന്നും കൂടി ഒന്ന് തിരിച്ച് നമ്മൾ മറ്റേ ബീഡ്സിനെ ലൂപ്പ് പോലെ ഉണ്ടാക്കിയതുപോലെ ലൂപ്പ് പോലെ ഉണ്ടാക്കാം. കണ്ടോ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എന്നിട്ട് നമുക്കൊരു ജംറിങ് എടുത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതാണ്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചെയിൻ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചെയിൻ ഇടാതെ നമുക്ക് ഇതാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെയിന് ഇതിന് ഇടുന്നില്ല. അപ്പോൾ ഞാനതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഇതിട്ട് കൊടുക്കുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. കാണിച്ചു തരാം ഗൈസ്, ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ സിമ്പിളാണെന്ന് വിചാരിക്കും, പക്ഷെ കുറച്ച് പാടുണ്ട്, എന്നാലും കുഴപ്പമില്ല. കണ്ടോ ഗൈസ്, ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വേണ്ടവർ ഓർഡർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.